അപ്പോൾ ഇതാ നമ്മുടെ നല്ല ചിക്കൻ ടിക്ക നല്ല റെഡിയാവുന്നുണ്ട്. ആ പുക വരുന്നുണ്ട്. ഇങ്ങനെ ചിക്കൻ്റെ എണ്ണയൊക്കെ ഉറ്റുമ്പോൾ അതിന് നമ്മൾ മുകളിൽ കുറച്ച് നെയ്യും എണ്ണയും കൂടി ആക്കി തടയിൽ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഉറ്റുമ്പോൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം സണ്ണീസ് ഫുഡ് ടെക് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ചിക്കൻ കൊണ്ടുള്ള ഐറ്റമാണ്. ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ നല്ല അടുപ്പിച്ച് ചുട്ടെടുക്കുന്ന ചിക്കൻ ടിക്ക. അതായത് നമ്മുടെ പ്യുവർ ഒരു ചിക്കൻ ടിക്കയല്ല, അതിൻ്റെ മസാലകൾ നമ്മൾ പ്യുവറായിട്ടുള്ള ഒരു ചിക്കൻ ടിക്കയിലുള്ള മസാല എല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റൈലിലുള്ള, നമ്മുടെ കേരള സ്റ്റൈലിലുള്ള, കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു മസാലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ചിക്കൻ ടിക്കയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ്. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് തവണ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ടേസ്റ്റ് അടിപൊളിയാണ്. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ പുകഞ്ഞ് വരുന്നത് നമ്മളതുപോലെ മുന്നേ ഒരു പ്രാവശ്യം ചിക്കൻ ടിക്ക റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതും സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് പക്ഷേ നമ്മൾ ഓവനിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്യാസിൽ തന്തൂരി ചെയ്യാനുള്ള, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓവനിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അടുപ്പിൽ ചെയ്തെടുക്കുന്ന ടിക്കയുടെ ടേസ്റ്റ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അത് ടേസ്റ്റ് വേറെ തന്നെയാണ്. മറ്റേത് ടേസ്റ്റ് ഇല്ല എന്നല്ല, മറ്റേതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഉണ്ടാക്കി കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്. അടുപ്പിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് കാണാം. ടിക്കയാണ്, ചിക്കൻ ടിക്കയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അടുപ്പിൽ വെച്ചിട്ടുള്ള ചിക്കൻ ടിക്കയാണ്. നമ്മൾ മുന്നേ ഗ്യാസിലും അതായത് ഓവനിലും വെച്ചിട്ടുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബോൺലെസ് പീസൊന്നും അല്ല എടുത്തിട്ടുള്ളത്, പൊട്ടുള്ള പീസൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അറവിലേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്താണ്, നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി മതിയാവും. ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു വലിയ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് എരിവ്, നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള എരിവ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത്രയും എരിവ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സ്റ്റൈലിലുള്ള ഒരു കേരള സ്റ്റൈലിലുള്ള ഒരു ടിക്കയാണ്. അത് നമ്മുടെ ആക്ച്വൽ ടിക്കയാണെന്ന് പറയണ്ട, കേരള സ്റ്റൈലിലുള്ള ഒരു ടിക്കയാണെന്ന് പറയാം. പിന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയൊന്നും ആക്ച്വലി നമ്മൾ ചേർക്കില്ല ചിക്കൻ ടിക്ക ആക്കുമ്പോൾ. അതിലോട്ടേക്ക് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് പുരട്ടിയെടുക്കാം. ഇതിന് കുറച്ചൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവും ഉപ്പും എല്ലാം നല്ല കറക്റ്റായിട്ട് അത് പിടിച്ച് നല്ല പാകമായിട്ട് നിൽക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ആക്കാം. എല്ലാം കുറച്ചധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തിട്ട് ആക്കാം. അല്ലെങ്കിൽ കണക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റ് എല്ലാ ഭാഗത്തും എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാം. ഒക്കെ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു രണ്ട് സാധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമുള്ള നമ്മുടെ ചിക്കനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇതിലോട്ടേക്ക് കൊടുത്തെടുക്കാം. അപ്പോൾ ഇത്രയും പീസസ് ഞാൻ ഏകദേശം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നേരെ നമ്മുടെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എങ്ങനെ വെക്കും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അത് നോക്കേണ്ടതാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക്. നമ്മളിതാ ഈ ഒരു തരത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ചിക്കൻ ടിക്ക നല്ല റെഡിയാവുന്നുണ്ട്. ആ പുക വരുന്നുണ്ട്. ഇങ്ങനെ ചിക്കൻ്റെ എണ്ണയൊക്കെ ഉറ്റുമ്പോൾ അതിന് നമ്മൾ മുകളിൽ കുറച്ച് നെയ്യും എണ്ണയും കൂടി ആക്കി തടയിൽ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഉറ്റുമ്പോഴാണ് ഇങ്ങനെ പുകഞ്ഞ് വരുന്നത്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ രണ്ട് ഭാഗവും ഒരേപോലെ മറച്ചിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം കരിഞ്ഞു പോകുന്നതിന് മറ്റേ ഭാഗം ആവാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല കുറച്ച് തീയൊക്കെ പിടിച്ചിട്ടുണ്ട്, ചിരട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ പിടിച്ചോണ്ട് നല്ലവണ്ണം ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ അടിപൊളി കീടിലനായിട്ടുള്ള ചിക്കൻ ടിക്ക നമ്മളെ നമ്മുടെ അടുപ്പിൽ വെച്ച് ചുട്ടെടുത്തിട്ടുള്ള ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതുണ്ടോ, വാവ്. നിങ്ങളിതാ ഇതിൻ്റെ ഓരോ ഭാഗവും നോക്കി കൊടുത്തിട്ട് നല്ല കിടിലനായിട്ടായിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും, മെനക്കെടാണെങ്കിലും. പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ, എന്താ പൊന്നെ, സൂപ്പറായിരിക്കും. ഒരു ഡൗട്ടും വേണ്ട. ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ
ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം അവിടെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസും പുതിയ റെസിപ്പീസിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് നമ്മളെ ഒന്ന് സഹായിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. ബൈ.